പടം കുഴപ്പമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങളും ഒരുമാതിരി എക്സെൻട്രിക് ആയിട്ട് പെരുമാറുന്നത്. അങ്ങനെ വളരെ ചുരുക്ക സിനിമകളിലൊക്കെ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ളത്. അതായത് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ ലോജിക്കൊക്കെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമ. നമ്മൾ ആ ഒരു മീറ്റർ പിടിക്കണം, എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറേയിടത്തൊക്കെ ഒരു ചെറിയൊരു ലാഗ് അടുപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു എക്സെൻട്രിക് അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് പെരുമാറുന്ന കുറേ കഥാപാത്രങ്ങൾ വരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് ഒരു റിയൽ ലൈഫിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ്, പിന്നെ വീണ്ടും തിരിച്ച് ആ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ പോയി അവസാനിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റാണ്, വ്യത്യസ്ത ഒരു ഇതാണ്. പിന്നെ ലോജിക്ക് ഒന്നും നോക്കി വെച്ചിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒരു പോർഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം മികച്ചൊരു നടൻ തന്നെയാണ്, അത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുള്ളി മറ്റ് സിനിമകളൊക്കെ പുള്ളി എന്തിനോ ചെയ്യുന്ന പോലെ സിനിമകളാണ്. പുള്ളി കുറേ കൂടെ എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്തിരുന്നെങ്കിൽ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പെർഫോമൻസസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് എനിക്കതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വ്യത്യസ്ത ട്രീറ്റ്മെൻറ്റിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും ഒരു കാരിക്കേച്ചർ മോഡലാണ് എല്ലാ കഥാപാത്രങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണി ലോക എന്ന് പറയുന്ന പടത്തിൽ എത്രയും വലിയ സൂപ്പർ ഹീറോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഈ പടത്തിൽ വന്നപ്പോഴത്തേക്കും കല്യാണിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഭാഗത്തും പെർഫോമൻസ് വൈസൊക്കെ ഓക്കെയാണ്. കഥ വയസ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് തോന്നുന്നുള്ളത്, വേറെ ഒന്നുമില്ല. പക്ഷേ ഓണത്തിന് എല്ലാവർക്കും ഫാമിലിയായിട്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവം പടത്തിലുണ്ട്. ഓണം തൂക്കത്തില്ല, ഓണം ലോക്കായി തൂക്കാൻ ചാൻസ്. ഓണം തൂക്കാനുള്ള ഇതില്ല. എടുത്തു പറയാത്തൊക്കെ അവർ ആക്ടിങ് അതന്നെ, പ്രസൻസ് സ്ക്രീൻ പ്രസൻസ് തന്നെ. ഫഹദിന്റെ ഏകദേശം ഫഹദും കല്യാണിയൊക്കെ എങ്ങനെയുണ്ട്? ഫഹദും കല്യാണിയൊക്കെ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കണ്ടിരിക്കാനുള്ള പടമാണോ? സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്ര ഗുമ്മായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം, നല്ല എൻജോയബിൾ ആണ്, ചിരിച്ചിരിക്കാം. കല്യാണി ഏകദേശം ഫസ്റ്റ് ഹാഫിലാണ് തിളങ്ങി. സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരില്ല, കൂടിപ്പോയൊരു 3 സീന്. പുള്ളി ലോക അഭിനയിക്കാൻ പോയെന്നാണ് തോന്നുന്നത്. 3 സീനെ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫൊക്കെ പൊളിയായിരുന്നു, കണ്ടിരിക്കാം. ചില ചിരിക്കാനൊക്കെ ഉണ്ട്. ലാലിൻ്റെ അഭിനയമൊക്കെ ഫസ്റ്റ് ഹാഫ് എല്ലാ കോമഡിയും വർക്കായി. സെക്കൻഡ് ഹാഫ് ഒന്നും വർക്കായില്ല. ടോപ്പിലിരുന്ന പടം താഴെ പോയി, അത്രയും പറയാം. ഓണത്തിന് പറ്റിയ പടമാണ്. ഓണത്തിന് ലോക ഫസ്റ്റ് കാണാം, ഹൃദയപൂർവ്വം കാണാം. ഞാൻ രണ്ടും കണ്ടു. എനിക്ക് ലോക ഇഷ്ടപ്പെട്ടു, രണ്ടാമത് ഹൃദയപൂർവ്വം. ടിക്കറ്റ് ഇല്ലെങ്കിൽ ഇതിന് കയറാം. എബോവ് ആവറേജ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഡാർക്ക് ഹ്യൂമറാണ് പടം, പക്ഷേ അത് പ്രേക്ഷകർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല. കാണുന്നവർക്കാണ് ഒരു ഡാർക്ക് മൊമെൻറ്റ് വരുന്നത് എന്നുള്ളത്. പിന്നെ അതൊരു സർപ്രൈസ് എലിമെൻറ്റ് ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് ആണ്. ആ രേവതി നായർ എന്ന് പറയുന്ന ഒരു ആക്ട്രസുമായിട്ടുള്ള കോംബോയും കാര്യങ്ങളാണ് സർപ്രൈസ് എലിമെൻറ്റ് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളത്. ബാക്കി പ്രേക്ഷകർക്ക് സിനിമ തീർന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് എത്തിപ്പെടുന്നത്. ഇന്നലെ ഇറങ്ങിയ 2 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ആവറേജ് പെർഫോമൻസ് ആണ്. അത്ര വർക്കായില്ല പടം. ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കാം, കോമഡി ഉണ്ട്. ലാലിൻ്റെ പോർഷൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ഫഹദൊക്കെ ഒത്തിരി ഓവറായിട്ട് ആക്ട് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ഞാൻ എന്തിനാ വന്നിട്ട് പോയ പോലെ എനിക്കൊന്നും സത്യം അല്ല ഇഷ്ടം. മിനി ഫോട്ടോ കൊള്ളാം. ലാലിൻ്റെ പോർഷൻസ് കുറച്ചും കൂടെ കോമഡി ഉണ്ട്. ഫഹദ് പക്ഷെ ഭയങ്കര ഓവർ ടൈപ്പായിരുന്നു. കുറച്ച് കണക്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ലവിൻ്റെ റൊമാൻസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഫഹദ് കുറച്ചൊന്ന് എല്ലാവരും ഭയങ്കര നാച്ചുറൽ അല്ല, ഭയങ്കര ഫാൻറ്റസി വേൾഡിൽ ഇരിക്കണ പോലെ ഫീലാണ്. കല്യാണി കുഴപ്പമില്ല, മറ്റേ ഇത് തന്നെ ലോക തന്നെ കൊള്ളായിരുന്നു. കല്യാണി ഇതിൽ കൊള്ളൂലെന്നല്ല, കൊള്ളാം, കുഴപ്പമില്ല. കണ്ടോണ്ടിരിക്കുക. ഓടും കഴുത എന്ന് തന്നെ പറയണം, മനസ്സിലായ? അതിൽ ഒരു ഡൗട്ടും ഇല്ല. ആ ഓണത്തിന് എല്ലാവരും ഒരു സദ്യ ആഗ്രഹിക്കുന്നെങ്കിൽ കഷായം കുടിച്ചിട്ട് തിരിച്ചു പോകാം നമുക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഹാഫിലും ഇല്ല, സെക്കൻഡ് ഹാഫിലും ഇല്ല. ഈ പടത്തിൽ ഫഹദ് ഫാസിൽ വളരെ മോശം. കാരണം എന്താ, ഇത്രത്തോളം ഒരു മ്ലാച്ഛമായിട്ടുള്ള ഒരു അഭിനയം പല രീതിയിൽ നമ്മളെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും സൈക്കോ റോളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഫഹദ് ഇത്തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ നമുക്കൊന്നും ഒരിടത്തും എഫക്റ്റ് ആയിട്ടില്ല. നെവർ എവർ ഇത് ആര് ചെയ്ത് കഴിഞ്ഞാലും ഈ പടമേ ഇതേ റിസൾട്ട് തന്നെ വരത്തുള്ളൂ. കാരണം അത്രയും മോശം ഫിലിമാണ്.